ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അഹ്കാമു തജ്വീദിലെ അദ്റസു സാനി അഷ്റ 12ാമത്തെ പാഠം അൽ മദ്ദുൽ ആരിലായ മദ്ദിനെ കുറിച്ചിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ലാസിം, ഹർഫിയും കലിമിയും മുമ്പ് പാഠത്തിൽ നമ്മൾ പഠിച്ചു. ഇനി ആരിലായ മദ്ദുൽ ഫറയിൽ 5 ഇനങ്ങളായിരുന്നു. ലാസിം, ആരില്, ലീന്, മുത്തസില്, മുൻഫസില്. അപ്പോൾ നമ്മൾ ആരില് ഇനി ലീനും കൂടെ ഉണ്ട് നമുക്ക് പഠിക്കാൻ. നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ ഇവിടെ കുറച്ച് ഉദാഹരണങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതിന് മുന്നേ ഞാനിവിടെ ഇത് വായിച്ചു തന്നിട്ട് ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാം. മുകളിലെ ആയത്തുകളുടെ അവസാനം നാം നീട്ടിയാണ് വഖഫ് ചെയ്തത്. വഖഫ് ചെയ്യുമ്പോൾ മദ്ദക്ഷരത്തിനു ശേഷമുള്ള അക്ഷരത്തിന് നാം സുക്കൂന് നൽകി എന്നതാണ് ഇതിന് കാരണം. വഖഫ് ചെയ്യാതെ ചേർത്തി ഓതിയിരുന്നെങ്കിൽ സുക്കൂന് ഉണ്ടാകുമായിരുന്നില്ല. ഇതുപോലെ മദ്ദക്ഷരത്തിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് ലഭിക്കുന്നിടത്ത് കൂടുതൽ നീട്ടണം. ഇതിന് അൽ മദ്ദുൽ ആരിൽ എന്ന് പറയുന്നു. ഇത്തരം സുക്കൂനുകൾക്ക് ആരിലായ സുക്കൂന് എന്ന് പറയുന്നു. മദ്ദുൽ ആരിലിനെ 3 അലിഫിൻ്റെ ഖദർ വരെ നീട്ടലാണ് നല്ലത്. അപ്പം എന്താണ് മദ്ദുൽ ആരിൽ? അല്ലമൽ ഖുർആന എന്നുള്ളത് നമ്മളിവിടെ വഖഫിൻ്റെ അടയാളമുണ്ട്. അപ്പോൾ ഇവിടെ നിർത്തുകയാണ്. ആൻ എന്ന അലിഫ്, മദ്ദക്ഷരമായ അലിഫുണ്ട്. അതിനുശേഷം നൂനിന് വഖഫിൻ്റെ കാരണത്താൽ നമ്മൾ സുക്കൂന് നൽകി. അങ്ങനെ കൂടുതൽ നീട്ടിയാണ് നമ്മളവിടെ നിർത്തുന്നത്. അല്ലമൽ ഖുർആൻ. ഇത് നമ്മൾ ചേർത്ത് ഓതുകയാണെങ്കിൽ ഇതിൻ്റെ ബാക്കി വരികയാണെന്ന് എന്താണ്? അല്ലമൽ ഖുർആൻ, ഹലക്കൽ ഇൻസാൻ, അല്ലമഹുൽ ബയാൻ. അങ്ങനെ നമ്മൾ ചേർത്ത് നമ്മൾ ഓതിപ്പോവുകയാണ് ചെയ്യുക. അവിടെ അല്ലമൽ ഖുർആന, ഹലക്കൽ ഇൻസാൻ, അല്ലമഹുൽ ബയാൻ. ഈ ഉദാഹരണം നോക്കൂ. യശ്തുറൂന മാ അന്ത നമ്മൾ ചേർത്ത് ഓതുകയാണ്. അപ്പോൾ അവിടെ യസ്തുറൂൻ എന്ന് ചെയ്ത് വഖഫ് ചെയ്യുകയാണെങ്കിൽ നമ്മളിവിടെ സുക്കൂന് നൽകും. അപ്പോൾ ഇവിടെ വാവിന് ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് വന്നു. അപ്പോൾ നമ്മൾ കൂടുതൽ നീട്ടി. ഇങ്ങനെ വരുന്ന മദ്ദുകൾക്കാണ് എന്ത്? മദ്ദുൽ ആരിൽ എന്ന് പറയുന്നത്. ഇങ്ങനെ പുതുതായിട്ട് ഉണ്ടാകുന്ന സുക്കൂനിനാണ് എന്ത്? ആരിലായ സുക്കൂൻ എന്ന് പറയുന്നത്. വഖഫിൻ്റെ കാരണത്താൽ പുതുതായിട്ട് ഉണ്ടാകുന്ന സുക്കൂനിനാണ് ആരിലായ സുക്കൂൻ എന്ന് പറയുന്നത്. അപ്പം അത് ഇതിൽ നിന്ന് മനസ്സിലാക്കുക. ഇവിടെ തജ്രിയാനി എന്നുള്ളത് നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ തജ്രിയാൻ. അപ്പോൾ ഇവിടെ വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് ലഭിക്കുന്നു. അപ്പോൾ അവിടെ കൂടുതൽ നീട്ടുന്നു. അതാണ് മദ്ദുൽ ആരിൽ. ഇങ്ങനെ സുക്കൂന് ലഭിക്കുന്നതിനാണ് ആരിലായ സുക്കൂന് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ 2 കാര്യങ്ങൾ ഇതിന് പഠിക്കണം. വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് ലഭിക്കുന്നതിന് കൂടുതൽ നീട്ടുന്നു. ഇതിന് മദ്ദുൽ ആരിൽ എന്ന് പറയുന്നു. ഇങ്ങനെ പുതുതായിട്ട് സുക്കൂൻ ഉണ്ടാകുന്നു. ഇതിന് ആരിലായ സുക്കൂന് എന്നും പറയുന്നു. അപ്പം അത് മനസ്സിലാക്കുക. റഹ്മാനിർ റഹീം, അർ-റഹ്മാനിർ റഹീമി മാലിക് യൗമിദ്ദീൻ. നമ്മൾ ഫാത്തിഹയിൽ ഓതുകയാണെങ്കിൽ അങ്ങനെ ചേർത്തി ഓതുകയാണെങ്കിൽ അർ-റഹ്മാനിർ റഹീമി മാലിക് യൗമിദ്ദീൻ എന്ന് ഓതും, ചേർത്തി ഓതുകയാണെങ്കിൽ. എന്നാൽ ഇവിടെ നമ്മൾ വഖഫ് ചെയ്യുകയാണെങ്കിൽ അർ-റഹ്മാനിർ റഹീം. അപ്പം അത് മനസ്സിലാക്കുക. കരീം, മുതഹറൂൻ, യതഫക്കറൂൻ ഒക്കെ വഖഫിൻ്റെ കാരണത്താലാണ് മദ്ദുൽ ആരിൽ വരുന്നത്. അപ്പോൾ വഖഫ് ചെയ്യുന്ന സ്ഥലത്താണ് മദ്ദുൽ ആരിൽ വരിക എന്നുള്ളത് നിങ്ങൾക്കൊരു മനസ്സിലാക്കാനുള്ളൊരു കാര്യമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇത് മാത്രം ആരിലായ മദ് മാത്രമല്ല കേട്ടോ അങ്ങനെ വരുമ്പോൾ വരിക. അത് നമുക്ക് അടുത്ത മദ്ദുകളൊക്കെ പഠിക്കുമ്പം അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. വഖഫിൻ്റെ കാരണത്താലാണ് ആരിലായ മദ് വരുന്നത് എന്ന് മനസ്സിലാക്കാം. അവിടെ പുതുതായിട്ടൊരു സുക്കൂന് വരികയാണ്. അതാണ് ആരിലായ സുക്കൂന് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തുന്നത് മദ്ദക്ഷരത്തിനു ശേഷം വഖഫിൻ്റെ കാരണത്താൽ സുക്കൂന് ലഭിക്കുന്നിടത്ത് കൂടുതൽ നീട്ടണം. ഇതിന് മദ്ദുൽ ആരിൽ എന്ന് പറയുന്നു. ആരിലായ ഇങ്ങനെ ലഭിക്കുന്ന സുക്കൂനുകൾക്കാണ്, ഇത്തരം സുക്കൂനുകൾക്കാണ് ആരിലായ സുക്കൂന് എന്ന് പറയുന്നത്. അപ്പോൾ വഖഫിൻ്റെ കാരണത്താൽ ഉണ്ടാകുന്ന സുക്കൂനുകൾക്കാണ് ആരിലായ സുക്കൂന് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക കേട്ടോ.
മദ്ദുൽ ആരിൽ 3 അലിഫിൻ്റെ കതിർ വരെ നീട്ടലാണ് നല്ലത്. നിർബന്ധമല്ല, നീട്ടലാണ് നല്ലത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ചോദ്യം വരാറുണ്ട്, ഇത് 3 അലിഫിൻ്റെ കതിർ വരെ നീട്ടലാണ് നല്ലത്. ഏത് മദ്ദാണ്? മദ്ദുൽ ആരിൽ. മനസ്സിലാക്കുക. ലാസിമ് നിർബന്ധമാണ്. 3 അലിഫിൻ്റെ കതിർ വരെ നീട്ടൽ നിർബന്ധമാണ്, ലാസിം. ഹറഫിയും കലമിയും ഒക്കെ അങ്ങനെ തന്നെയാണ്. എന്നാൽ ഇവിടെ നീട്ടലാണ് നല്ലത് എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാക്കി പഠിക്കുക. ഇതിൽ വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വരും. മദ്ദുൽ ആരിൽ 3 അലിഫിൻ്റെ കതിർ നീട്ടലാണ് നല്ലത് എന്നുള്ള 3 അലിഫ് എന്നുള്ള വിട്ട ഭാഗം തരും. മദ്ദുൽ ആരിൽ ഡാഷ് കതിർ വരെ നീട്ടലാണ് നല്ലത്. അപ്പോൾ നമുക്ക് അവിടെ 3 അലിഫിൻ്റെ എന്ന് എഴുതി കൊടുക്കണം. മനസ്സിലാക്കി പഠിക്കുക. തഹ്സീസ് എന്താ വരുന്നത്? സൂറത്തുൽ ഫുസ്സിലത്ത് 30 മുതൽ 54 വരെ, ശുഅറാ 1 മുതൽ 44 വരെ മദ്ദുകളൊക്കെ മനസ്സിലാക്കി ഓതാനാണ്. പിന്നെ ഹിഫ്ല് സൂറത്തുൽ അഅ്ലായും അദ്കാറും നമ്മൾ കഴിഞ്ഞ പാഠത്തിലൊക്കെ പഠിച്ചത് തന്നെ ഒന്നും കൂടെ ഓർത്തെടുക്കാം. ഇനി നമുക്കിതിൻ്റെ വർക്കൊന്ന് നോക്കാം. നമുക്ക് മുൻഷിദ് എന്താണ്? ആരിൽ മദ്ദിനെ അറിയില്ലേ, 3 അലിഫോളം നീളില്ലേ, മദ്ദിൻ ഹർഫിൻ പിറക സുക്കൂൻ, പുതുതായാൽ ആരിൽ മദ്ദല്ലേ. പുതുതായി സുക്കൂന് വന്നാൽ മദ് ഹർഫിൻ്റെ പിറകെ സുക്കൂന് പുതുതായി വന്നാൽ അത് ആരിൽ മദ്ദാണ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നമുക്കിവിടെ ഉദാഹരണം തന്നതിലൊക്കെ ആരിലായ മദ് കണ്ടെത്താനാണ്. അപ്പോൾ ഇവിടെ വഖഫിൻ്റെ സ്ഥലത്താണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി അടയാളപ്പെടുത്തുക. ഇവിടൊക്കെ വഖഫിൻ്റെ കാരണത്താൽ മുഹ്തദീൻ. അപ്പോൾ അതൊക്കെ അടയാളപ്പെടുത്തിയിട്ട് പോവുക. അസീം, ജനീം, അബനീൻ, അവലീൻ. അപ്പോൾ അതൊക്കെ ഞാൻ പെട്ടെന്ന് വഖഫിൻ്റെ സ്ഥലത്ത് അടയാളം ഇട്ടിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും അത് മനസ്സിലാക്കുക. വഖഫിൻ്റെ സ്ഥലത്താണ് വന്നത് ആരിലായ മദ്. വഖഫിൻ്റെ കാരണത്താൽ മദ്ദക്ഷരത്തിന് ശേഷം സുക്കൂന് വന്നു. അപ്പോൾ അവിടെ കൂടുതൽ നീട്ടിയിട്ട് നമ്മൾ വഖഫ് ചെയ്തു. മനസ്സിലാക്കുക. അങ്ങനെയാണ് മദ്ദുൽ ആരിൽ വരുന്നത് എന്ന് മനസ്സിലാക്കുക. അടുത്തെന്താണ്? അപ്പോൾ ഇതിൽ എത്ര ആരിലായ മദ് വന്നു എന്നുള്ളത് എല്ലാവരും വഖഫിൻ്റെ എണ്ണിയിട്ട് എഴുതുക. അപ്പോൾ ഇവിടെ 30 ആയത്തുണ്ട്. 30 ആയത്തുകൾ എന്തായാലും നമുക്കിവിടെ വഖഫിൻ്റെ കാരണത്താൽ മദ്ദുൽ ആരിൽ വന്നെന്ന് മനസ്സിലാക്കി എഴുതാം. ഇനി നുജിബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. മദ്ദുൽ ആരിൽ എന്നാൽ എന്ത്? മദ്ദുൽ ആരിൽ എന്നാൽ എന്താണ്? നമുക്ക് അടുത്ത പദത്തിൽ മദ്ദുൽ ആരിൽ എന്നാൽ എന്ത് എന്നുള്ളതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ നോക്കിയിട്ട് നമുക്ക് എഴുതാം. മദ്ദക്ഷരത്തിനു ശേഷം വഖഫ് കാരണം സുക്കൂൻ വന്നാൽ ഉണ്ടാകുന്ന മദ്ദാണ് മദ്ദുൽ ആരിൽ. മനസ്സിലാക്കിയിട്ട് അവിടെയൊക്കെ എഴുതാം. അടുത്ത രണ്ടാമത്തെ ചോദ്യം, മദ്ദുൽ ആരിൽ എത്ര അലിഫ് നീട്ടാം? എത്ര അലിഫാണ്? മദ്ദുൽ ആരിൽ 3 അലിഫിൻ്റെ കതിർ വരെ, 3 അലിഫിൻ്റെ കതിർ വരെ എന്ന് അവിടെയൊക്കെ എഴുതാം. അടുത്തത് സൂറത്തുൻ നാസിൽ എത്ര മദ്ദുൽ ആരിലുണ്ട്? സൂറത്തുൻ നാസിൽ 6 ആയത്തുകളാണ്. അപ്പോൾ അത് 6 സ്ഥലങ്ങളിൽ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ അവിടെ ആരിലായ മദ് വരും. അപ്പോൾ എത്ര ആരിലായ മദ് ഉണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് 6 എന്ന് എഴുതാം. അവിടെയൊക്കെ നമുക്ക് 6 എന്ന് എഴുതാം. അതുപോലെ അടുത്ത ചോദ്യം എന്താ? സൂറത്തുൽ ഫാത്തിഹയിൽ മദ്ദുൽ ആരിൽ വന്ന കലിമത്തുകൾ ഏതെല്ലാം? മദ്ദുൽ ആരിൽ സൂറത്തുൽ ഫാത്തിഹയിൽ 7 ആയത്തുകളാണുള്ളത്. അതും 7 ഒന്ന് ബിസ്മി അടക്കാണ് ഫാത്തിഹയിൽ ആയത്ത്. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് വരുമ്പോൾ അവിടെ ആരിൽ വരുന്നുണ്ട്. അങ്ങനെ 7 സ്ഥലങ്ങളിൽ നമ്മൾ വഖഫ് ചെയ്യുന്നു. അപ്പോൾ ആ 7 സ്ഥലങ്ങളിൽ കലിമത്തുകൾ ഏതൊക്കെയാണെന്നാണ് ആരിലായി വന്ന കലിമത്തുകൾ. 7 സ്ഥലങ്ങളിൽ വഖഫ് ചെയ്യുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർ-റഹ്മാനിർ റഹീം ഒക്കെ അവസാനം വഖഫ് ചെയ്യുന്ന വേർഡ്സ് കലിമത്തുകൾ എടുത്ത് എഴുതണം. യൗമിദ്ദീൻ, മുസ്തഈൻ, മുസ്തഖീം, ളാല്ലീൻ. അപ്പോൾ അതൊക്കെ ഓർഡർ പ്രകാരം നമുക്ക് കലിമത്തുകൾ ഇവിടെയൊക്കെ എടുത്ത് എഴുതാം. ഖുർആൻ തുറന്നു വെച്ചിട്ട് അതിൽ നോക്കിയിട്ട് എഴുതി അത് കംപ്ലീറ്റ് ആക്കുക, മനസ്സിലാക്കുക. ഇനി എന്താണ്?
അടുത്തത് എന്താണ് ഇവിടെ വന്നത്? സൂറത്ത് സൂറയും സുഹ്റുഫും. അതിലെ 45 ആയത്തും 53 ആയത്ത് വരെ, 45 മുതൽ 53 വരെയുള്ള ആയത്തുകളിൽ നിന്ന് മദുലാരിലുകൾ വന്ന 3 ഇനങ്ങൾ അലിഫ്, വാവ്, യാ കൊണ്ട് വഖഫ് ചെയ്ത് മദുലാരിൽ വരുന്നത് ഇവിടേക്ക് എടുത്ത് കണ്ടെത്തി എഴുതാനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് സൂറത്ത് ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ആദ്യം ശൂറ സൂറത്ത് ഇവിടെ എഴുതാം. സൂറത്തിൻ്റെ പേര് എഴുതാം. അതിൽ നമുക്ക് 45 ആയത്ത് നോക്കാം. അപ്പം ഞാൻ ഉള്ള സ്ഥലത്ത് ഇപ്പോൾ ഖുർആനില്ല, എൻ്റെ കയ്യിൽ ബുക്ക് മാത്രമേ ഉള്ളൂ. ഞാനൊരു സ്ഥലത്ത് വന്നപ്പം അവിടെ നിന്ന് സൗകര്യം കിട്ടിയപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ ഞാൻ ഫോണിലാണ് കാണിക്കുന്നത്. നമുക്ക് വഖഫ് കാരണമാണ് ആരിലായ മദ് വരുന്നത്. അപ്പോൾ ഇവിടെ മുക്കീം എന്ന സ്ഥലത്ത് നമുക്ക് ആരിലായ മദ് വന്നു. യാഇൻ്റെ മദ്ദക്ഷരമായ യാഇന് ശേഷം മീമിന് സുക്കൂന്, ആരിലായ സുക്കൂന് വരികയാണ്. അപ്പോൾ നമുക്കിവിടെ യാഇൻ്റെ ഉദാഹരണത്തിൽ എഴുതാം. മുക്കീം എന്ന് ഇവിടെ എഴുതി കൊടുക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സൂറത്തിൻ്റെ പേര് ഷുറ എഴുതുക. എന്നിട്ട് മുക്കീം എന്ന് യാ വന്നതിന് നേരെ അത് എഴുതാം. അടുത്തത് സബീൽ എന്നതും യാ തന്നെയാണ്. നക്കീർ യാ, കഫൂർ. അപ്പോൾ നമുക്ക് അതിൽ തന്നെ വാവിൻ്റെ സ്ഥലത്ത് വരുന്നിടത്ത് കഫൂർ എന്ന് നമുക്ക് എഴുതി കൊടുക്കാം. കഫൂർ എന്ന് വാവ് വന്നത് എഴുതി കൊടുക്കാം. സൂറത്ത് അതന്നെയാണ്, ആ പേര് എഴുതുക. ഷൂറ എഴുതുക. വാവിൽ അതിൽ തന്നെ നേരെയാണല്ലോ. അപ്പോൾ അവിടെ വാവിൽ കഫൂർ എന്നത് എഴുതാം. അടുത്തതാ താഴെയും നമുക്ക് ആ സൂറത്തിൻ്റെ പേര് എഴുതിയിട്ട് വാവിനിൽ ദുക്കൂർ എന്ന് എഴുതാം. ദുക്കൂർ. അടുത്തത് കദീർ, യാ ഇന്ത്യയിൽ എഴുതാം. കദീർ. പിന്നെ ഹക്കീം യായിലാണ് വരുന്നത്. ഉമൂർ വാവിലെഴുതാം. സൂറത്ത് അവസാനിച്ച് നമുക്ക് 53 വരെയാണ് വേണ്ടത്. ഉമൂർ എന്ന് വാവിൽ വന്നതും അവിടേക്ക് എഴുതാം. അപ്പോൾ 2 വാവിലും യായിലും നമുക്ക് ആരിലായ മദ് വന്നത് നമുക്ക് അടയാളപ്പെടുത്താനും എഴുതാനും കഴിഞ്ഞു. അടുത്ത നമുക്ക് സുഹ്റുഫിൽ നിന്ന് ഇതുപോലെ ആരിലായ മദ് വന്നത് കണ്ടെത്തി എഴുതണം. അപ്പോൾ ഇവിടെ മുബീൻ എന്നതിൽ യാ. അപ്പോൾ യാഇൻ്റെ സ്ഥലത്ത് നമുക്ക് സുഹ്റുഫ് എന്ന് എഴുതാം. യാഇൽ മുബീൻ എന്ന് എഴുതാം. പിന്നെ താക്കിലൂൻ, വാവിൻ്റെയിൽ താക്കിലൂൻ എന്നത് എഴുതാം. ഹക്കീം എന്നത് യാ തന്നെയാണ് വരുന്നത്. അപ്പോൾ അവിടെ സുഹ്റുഫ് എന്ന് എഴുതിയിട്ട് മറ്റൊരു കള്ളിയിൽ നമുക്ക് യാവും അതിൻ്റെ തന്നെ എഴുതാം. ഇവിടെ മുഷ്രിഫീൻ, അവലീൻ ഒക്കെ യാ ആണ് വരുന്നത്. യസ്തസിഊൻ വാവ് വരുന്നു. അവലീൻ യാ വരുന്നു. അലീം യാ വരുന്നു. തഹ്തദൂൻ വാവ് വരുന്നു. തുഹ്റജൂൻ വാവ് വരുന്നു. തർക്കബൂൻ വാവ് വരുന്നു. നമുക്ക് അലിഫിൻ്റെത് ഇതുവരെ 2 നിന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നമുക്ക് അങ്ങനെ തിരഞ്ഞ് നോക്കി നിങ്ങൾക്ക് കണ്ടെത്താവുന്നതാണ് അലിഫ് കൊണ്ട് വഖഫ് വരുന്നത്. മനസ്സിലാക്കുക. അപ്പോൾ അത്രയും ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. നിങ്ങൾക്ക് ഖുർആൻ എടുത്ത് തുറന്നു നോക്കിയിട്ട് എഴുതാവുന്നതാണ്. എല്ലാ സ്ഥലത്തും വാവും യാവും തന്നെയാണ് വന്നത്. മനസ്സിലാക്കുക. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞ സൂറത്തിൽ ഷൂറയിലും സുഹ്റുഫിലും നമുക്ക് പറഞ്ഞ ആയത്തുകൾ വെച്ച് നോക്കുകയാണെങ്കിലും സുഹ്റുഫ് മുഴുവൻ ആയത്തുകൾ നോക്കുകയാണെങ്കിലും അലിഫ് കൊണ്ട് ആരിലായി വഖഫ് ചെയ്യുന്ന ഭാഗങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. നമുക്ക് ഉദാഹരണത്തിലൊക്കെ വന്നത് അല്ലമൽ ഖുർആൻ, തജ്രിയാൻ എന്നൊക്കെ വന്നത് ഇവിടെ അലിഫ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് ഏതെങ്കിലും ഉദാഹരണങ്ങൾ എഴുതിയാൽ മതിയെങ്കിൽ നമുക്ക് എന്ത് എഴുതാം. അപ്പോൾ അതിൽ വന്നത് പറഞ്ഞത് പ്രകാരം നമുക്ക് ആ സൂറത്തിലില്ല. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കുക. ഇനി ഉസ്താദ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വർക്ക് തരികയാണെങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എഴുതുക. അപ്പോൾ എത്രയാണ്
ഈ 13ാമത്തെ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ടത്. എല്ലാവരും മനസ്സിലാക്കുക. അപ്പോൾ എത്രയാണ് ഈ പാഠത്തിൽ നിങ്ങൾ മനസ്സിലാക്കി പഠിക്കേണ്ട കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക, വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.